നമസ്കാരം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന യൂട്യൂബിലൂടെ എങ്ങനെ കാശുണ്ടാക്കാം എന്നതാണ്. എനിക്കറിയാം നിങ്ങളെല്ലാം ഇവിടെ വന്നത് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട് നാളെ കോടീശ്വരന്മാരെ നടക്കാനാണെന്നറിയാം. പക്ഷേ എൻ്റെ മോനെ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പണിയല്ല ഇത്. വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാശ് കിട്ടണമെന്നില്ല. അതിന് കുറേ പരിപാടിയുണ്ട്, നല്ല സമയം എടുക്കും. അപ്പോൾ കാശുണ്ടാക്കാനാണ് നിങ്ങൾ വന്നത് എങ്കിൽ നിങ്ങൾ ഓടിത്തള്ളിക്കോ. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ പണിയാണ് മോനെ. ഓക്കെ, എന്തൊക്കെയായാലും നമുക്കൊന്ന് നോക്കാം. പക്ഷേ എന്നാലും നിങ്ങളിപ്പോൾ നല്ല ക്രിയേറ്റീവ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആദ്യം അറിയേണ്ടത് എന്താണ്? യൂട്യൂബ് എന്ന് അടിക്കാൻ അറിയണം. അപ്പോൾ നമുക്കിവിടെ യൂട്യൂബ് എന്ന് അടിക്കാം. YOUTUBE, അതാണ് യൂട്യൂബിൻ്റെ സ്പെല്ലിംഗ്. .com ഇത്ര അടിച്ചിട്ട് ഒരു എൻ്റർ എന്ന സാധനമുണ്ട്, അത് ഞെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം വരും. കണ്ട മക്കളെ, ഇതാണ് യൂട്യൂബ്. എനിക്കറിയാം എല്ലാവരും കണ്ടു കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് യൂട്യൂബ്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? youtube.com എന്ന സൈറ്റിൽ കയറുക. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ട ഒരു പ്ലസ്സും ഒരു ക്യാമറയുടെ സൈനും, അവിടെ ഇങ്ങനെ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ വരും. ഒന്ന് ഗോ ലൈവും, പിന്നെ അപ്ലോഡ് വീഡിയോ. ഗോ ലൈവ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ലൈവ് പോകാനുള്ള പരിപാടിയാണ്. അതായത് ഞങ്ങൾ വല്ല ഗെയിമിങ്ങും അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് പോകാം. അതല്ല നിങ്ങൾക്ക് ഇനി നാട്ടുകാരെ കാണാനാണെങ്കിൽ അതിനും പോകാം. പക്ഷേ നിങ്ങൾക്ക് ഒരു ഫോളോവേഴ്സ് പോലും ഇല്ലെങ്കിൽ എൻ്റെ മോനെ ലൈവ് പോയിട്ട് ഒരു കാര്യമില്ല. ഒരു തേങ്ങ കൊല്ലിങ്ങ ഒരുത്തും പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. പിന്നെ അത് മാത്രമല്ല വല്ല തെറിയൊക്കെ കേൾക്കും, അല്ലാതെ വേറെ ഒന്നും കിട്ടാനും പോകുന്നില്ല. പക്ഷേ അതിന് മുന്നോടി ലൈവ് പോകണമെങ്കിൽ അതിന് മുന്നോടി കുറച്ച് ഫാൻസോ അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ആൾക്കാരുണ്ടാക്കി എടുക്കണം, ഫോളോവേഴ്സ്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ട് അപ്ലോഡ് വീഡിയോ എന്ന സാധനമുണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നീ വന്നല്ലോ. ഇതിനു വേണ്ടി ഒരു യൂട്യൂബ്. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു സാധനം വേണം. എന്താണ്? യൂട്യൂബ് അക്കൗണ്ട് എന്ന് പറയും. ആ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. അക്കൗണ്ട് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഇമെയിൽ സൈൻ ഇൻ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും വീഡിയോ മലയാളത്തിലാണല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീഡിയോ മലയാളത്തിൽ ആക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുപോകും. മലയാളം എവിടെ? മലയാളം ഇല്ലേ? ഇതോടെ പോയി കിടക്കും. ഇതൊക്കെ എന്ത് ഭാഷയുടെ? എൻ്റെ അമ്മ, ഇതെന്തുവാടി? കൊള്ളാല. അതേ ഹിന്ദി, തമിഴ്, മലയാളം. കൊള്ളാല. ഓക്കെ, അപ്പോൾ ഞാൻ മലയാളം ക്ലിക്ക് ചെയ്തു. മലയാളം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവം? എല്ലാം മലയാളത്തിലോ. സൈൻ ഇൻ യൂട്യൂബിലേക്ക് തുടരുക. തുടരാലോ. ഓക്കെ, ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ. ഓക്കെ, അതായത് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ ഇമെയിൽ അടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ അടിക്കുക. കണ്ട, ഇമെയിൽ മറന്നുപോയോ? ഇമെയിൽ മറന്നുപോയി. ഞാൻ മറന്നിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അല്ലെങ്കിൽ ഫോണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ നമ്പറും കൊടുക്കാം. ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലേ? അല്ലേ, പിന്നെ ഇതായിട്ട് കമ്പ്യൂട്ടർ? ഇതെൻ്റെ കമ്പ്യൂട്ടറാണല്ലോ. സ്വകാര്യമായ സൈൻ ഇൻ ചെയ്യുന്നതിന് അതിഥി മോഡ് ഉപയോഗിക്കുക. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? എനിക്ക് കൂടുതൽ അറിയണം. നമുക്ക് നോക്കാം അതിഥി മോഡ് എന്തെന്ന്. ബെസ്റ്റ് ഇംഗ്ലീഷ് ആണല്ലോ. ഓക്കെ, എന്നാൽ ഇവിടെ മലയാളത്തിലേക്ക് ആക്കാൻ പറ്റും. മലയാളം ഇല്ലേ? ബെസ്റ്റ്. പറ്റിച്ച്. അവന്മാർക്ക് ഹിന്ദി മാത്രമേ ഉള്ളൂ, ഹിന്ദിക്കാരന്മാരാ. വേണ്ട, ബാക്ക്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് എന്തൊക്കെയൊക്കെ സംഭവമൊക്കെ പറ്റുന്നതാണ്, അത് നമുക്ക് നോക്കാം. അക്കൗണ്ട് സൃഷ്ടിക്കാനാണ് നമ്മളിവിടെ വന്നത്. നമുക്ക് സൃഷ്ടിക്കാം. ഓക്കെ, സഹായം, സ്വകാര്യത, ടേമുകളാ? എന്ത് ടേമുകൾ? ഇതാണ് ടേമുകൾ. ഓക്കെ, അവരുടെ കുറേ ടേമുകളാണ്, അതും ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, സമയമുണ്ടെങ്കിൽ അതൊക്കെ വായിച്ചോ. പക്ഷേ എനിക്കിപ്പോൾ എന്തായാലും നമുക്കിത് തീർക്കണ്ടേ. ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ. പക്ഷേ നമ്മളിത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇമെയിൽ വേണം. ഇമെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഇമെയിൽ ഉണ്ടാക്കുക. ആ ഇമെയിൽ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അടുത്തത് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യണം. കേട്ടോ, ഇപ്പോൾ ഞാൻ ഇമെയിൽ അടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഒരു ഇമെയിൽ ഫോൺ നമ്പറോ നൽകുക. കണ്ടോ, വരണമെങ്കിൽ നൽകണം, ഇല്ലെങ്കിൽ അവന്മാരുടെ അടുത്തതിലേക്ക് വിടില്ല. അപ്പം ഞാനിവിടെ ഒരു ഇമെയിൽ കൊടുത്തു തൽക്കാലത്തേക്ക്. അടുത്തത് നിങ്ങളുടെ പാസ്വേഡ് നൽകുക. കേട്ടോ, ഇവിടെ നിങ്ങളുടെ പാസ്വേഡ് നൽകണം. പാസ്വേഡ് മറന്നെങ്കിൽ കാര്യമില്ല. മറന്നിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ പാസ്വേഡ് നൽകണം. എന്നിട്ട് വീണ്ടും അടുത്തത്.
അപ്പോൾ നമ്മളിപ്പോൾ ലോഗിനായി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ കാണാം. നല്ല രസമാണ്. നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുക. കുറേ ട്രോളന്മാരുടെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പം നല്ല സ്റ്റാറാണ്, അറിയാലോ, അർജുൻ മച്ചൻ. ഇങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ ഉണ്ട്, പഴയ പടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇരുന്ന് കാണാം. റിയാക്ഷൻസും മറ്റു മറിച്ചൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളിന്ന് കണ്ടോളാം. എന്തായാലും നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇരുന്ന് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഓക്കെ, അപ്പോൾ നമുക്ക് പഴയ വീഡിയോ അപ്ലോഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് സൈനും അതിൻ്റെ അപ്പുറത്തൊരു ക്യാമറ ഉള്ള സൈനും വെക്കുക. അത് ഞെക്കുമ്പോൾ രണ്ടെണ്ണം വരും, അപ്ലോഡ് വീഡിയോയും വരും, ഗോ ലൈവും വരും. നമുക്ക് ചെയ്യാൻ വേണ്ടത് അപ്ലോഡ് വീഡിയോ ആണ്. അപ്ലോഡ് വീഡിയോ ഞെക്കിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാ വന്നു. അത്ര സ്ലോ അല്ല. ഓക്കെ, സംഭവം വന്നു. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത് അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അറിയുമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ഫയൽ അടിക്കുക, എന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോ ഇതെന്താണെന്ന് എനിക്കറിയില്ല, കൊണ്ടുവിടാൻ ഏതൊരു സ്ക്രീൻഷോട്ടാണ്, കിടക്കട്ടെ അവിടെ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും എത്ര ശതമാനം അത് അപ്ലോഡായി. ഭയങ്കര ഫാസ്റ്റാണല്ലോ, ഫുൾ അപ്ലോഡായല്ലോ, കൊള്ളാലോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടാണ് ഇവിടെ ടൈറ്റിൽ, അതായത് എന്താണോ ആൾക്കാർ കാണുന്നത് ആ പേര് കൊടുക്കുക. ഇവിടെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ് അതിൻ്റെ തംബ്നെയിൽ ഇവിടെ ജനറേറ്റ് ആവും. തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ കാണത്തില്ല ആ ഒരു ഫ്രണ്ടിലെ സ്ക്രീൻ, അതാണ് ഈ തംബ്നെയിൽ. പിന്നെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് വീഡിയോ ഉണ്ടെങ്കിൽ തുരുതുരാന്ന് പറഞ്ഞിട്ടൊരു വരി പോലെ ഉണ്ടാക്കി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരാൾ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പടപടപടേന്ന് ബാക്കിലുള്ള എല്ലാ വീഡിയോയും വന്നോളും. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിപാടിയാണ്. പിന്നെ നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് വേണ്ടിയാണോ ഈ വീഡിയോ ഉണ്ടാക്കിയത് അതോ വലിയ ആൾക്കാർക്ക് വേണ്ടിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. നമ്മുടെ വീഡിയോ കൊച്ചുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് വലിയ ആൾക്കാർക്കാണ്. പിന്നെ അതവിടെ ഏജ് റെസ്ട്രിക്ഷൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. കണ്ടോ, നിങ്ങൾ 18 വയസ്സിന് മുകളിലാണോ താഴെയാണോ ഉള്ള ടൈപ്പ് ഓഫ് വീഡിയോ ആണോ. നമ്മുടെ 18 വയസ്സൊന്നുമില്ല, പിള്ളേർക്ക് കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ മോർ ഓപ്ഷൻസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്തെങ്കിലും പൈസ കിട്ടുന്ന വകയാണോ. നമുക്ക് എന്ത് പൈസ കിട്ടാൻ, അത് നമുക്കില്ല, കാരണം നമുക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ടാഗ്, നമ്മൾ എന്ത് വീഡിയോ ആണ്, നമ്മൾ എന്തിനെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് അതിനെ പറ്റി ടാഗ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക. ഇത് എൻഡ് കാർഡ്, അതായത് വീഡിയോ തീർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ട്രാ ഒരു പോപ്പപ്പ് വരും, ഞാൻ കാണിച്ചു തരാം എന്താ സാധനം എന്ന്. അത് ഇവിടെ കൊടുക്കാം. കാർഡെന്ന സാധനം ഉണ്ട്, അത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ വീഡിയോ പ്രൈവറ്റ് ആക്കണോ അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുന്നവർ കാണാൻ പറ്റും. പിന്നെ പബ്ലിക് ആക്കണോ, ഇതൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അത് നമുക്കിപ്പോൾ ഏതാ വേണ്ടത്, നമുക്കിപ്പോൾ പബ്ലിക് പ്രൈവറ്റ് ആക്കാം. നമ്മൾ പക്ഷേ ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ പബ്ലിക് ആക്കണം. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ഷെഡ്യൂളുണ്ട് കേട്ടോ, നമുക്ക് ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ സംഭവം സബ്മിറ്റ് ആക്കണം, ഷെഡ്യൂൾ കൊടുത്താലും മതി. എല്ലാം കഴിഞ്ഞ് നമ്മൾ സേവ് അടിക്കുന്നു. സേവ് അടിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ടിങ് നമ്മുടെ വീഡിയോ ഇവിടെ വരും. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ വീഡിയോ ഇവിടെ ഫസ്റ്റ് തന്നെ കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് നിങ്ങൾ അത്രയേ ഉള്ളൂ കാര്യം, യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ നാളെ തൊട്ട് തന്നെ പടയെന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞൊഴുകും. അപ്പോൾ നിങ്ങൾ എന്തായാലും 4-5 അക്കൗണ്ടൊക്കെ തുടങ്ങി വെച്ചോ, കാരണം എല്ലാ പൈസ കൊണ്ടിടണമല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും രീതി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ഇട്ടേക്ക്, ഞാൻ ആ വീഡിയോ കൂടെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ 2-3 അക്കൗണ്ടൊക്കെ തുടങ്ങി വെച്ചോ. നാളെ മുതൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് പൈസ ഒഴുകാൻ പോവുകയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് യൂട്യൂബ് അപ്ലോഡിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ എന്തായാലും യൂട്യൂബ് അപ്ലോഡ് ചെയ്ത് വല്ല കാശൊക്കെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് എന്ന സാധനമുണ്ട്, അത് ഞെക്കിയാലേ വല്ല പൈസ കിട്ടുള്ളൂ. നിങ്ങൾ ഈ സാധനം ഞെക്കാൻ മറക്കരുത്, ഞെക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പോൾ ശരി, ബൈ.